ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റിന് നല്ല അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഡവറയിൽ പൂള ഇട്ടത് കപ്പ ചെറുതാക്കി ചെറിയൊരു പീസ് നല്ലോണം തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്താണ്. പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങയാണ് കേട്ടോ. ഈ ഒരു കപ്പിൽ 3/4 കപ്പ്. പിന്നെ കുറച്ച് നിലക്കടല തോലൊക്കെ കളഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറെടുത്തു. അതിലേക്ക് കപ്പിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇത് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് കൂടി വീണ്ടും വേറെ 1/4 ഗ്ലാസ് കൂടി വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാട്ടോ നമുക്ക് വേണ്ടി. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം ഉണ്ടല്ലോ മോൾ ഭാഗം ഊറി നിൽക്കുന്നത്, അത് നമുക്ക് വേണ്ട കേട്ടോ, അത് ഒഴിവാക്കാം. ആ വെള്ളം പൊന്തി വരാനാണ് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പഞ്ചസാര ഫസ്റ്റ് തന്നെ കാരമൽ ചെയ്യുക. ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പൂളൻ്റെ ഇതുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിക്കാം. ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് മൊത്തമായിട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വെച്ച തേങ്ങയാണ്. തേങ്ങയും കൂടി ആഡ് ചെയ്യുക. അടിപൊളി, ഇത് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് നമുക്ക് ഈവനിങ്ങിന് കുട്ടികൾ വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ഇനി അതിലേക്ക് മധുരം ബാലൻസിന് വേണ്ടി ഒന്ന് ഉപ്പിട്ടെടുത്തു. ഇനി നമുക്ക് കടല ഇട്ടെടുക്കട്ടെ. നേരത്തെ എടുത്ത് വെച്ചാൽ കടല ഇട്ടെടുത്തിട്ട് ഇത്ര പണിയല്ലോ കേട്ടോ. 4-5 സെക്കൻഡ് കൊണ്ട് നമുക്കിത് പണി കഴിയും. ജസ്റ്റ് നമുക്കൊരു 5-6 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം. ഇത്ര പണി എന്തായാലും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കടലൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇനി പഞ്ചസാരൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ പഞ്ചസാരയാണ് എടുത്തത്. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റിക്കാം. അത്രയും മതി കേട്ടോ. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റി കണ്ടോ. ഇനി ചൂടാറിയിട്ട് ചൂടോടെ തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ല വീഡിയോ വരുന്നവരേക്കും ബായ്.